നമസ്കാരം. മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിരിക്കുന്നു. പറഞ്ഞോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു, പക്ഷേ പറഞ്ഞില്ല. എന്തൊക്കെയോ കൂടുതൽ വിശദമായി പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നീട് ഒരു അവസരത്തിൽ വിശദമായി പറയാം. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാം എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കൈയൊഴിഞ്ഞു. തൽക്കാലത്തേക്ക് എന്ന് പറയുന്നതാവും ശരി. അദ്ദേഹം പറഞ്ഞത് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയാണ്. PV അൻവർ ആകെ കുറച്ച് ദിവസമായി തിരിഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പിന്നിൽ മറ്റെന്തൊക്കെയോ ഗൂഢലക്ഷ്യമുണ്ട്. അദ്ദേഹം ഈ പറയുന്ന സർക്കാരിനെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഓരോ വാക്കുകളെയും നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ പലതിലും സർക്കാരിനെതിരായ വിമർശനങ്ങളുണ്ട്. എന്നാൽ സർക്കാരിനെ പൂർണ്ണമായും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സർക്കാരിനെ പൂർണ്ണമായിട്ട് വിമർശിച്ചിട്ടില്ല. സർക്കാരിലെ ചില ആളുകളെയാണ് വിമർശിച്ചിരിക്കുന്നത്. മറ്റു ഒരു വകുപ്പിനെയും കുറ്റം പറഞ്ഞിട്ടില്ല. അദ്ദേഹം തുടക്കത്തിൽ മുതൽ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന ആഭ്യന്തര വകുപ്പിലെ ചില ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, സുജിത് ദാസിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്, MR അജിത് കുമാറിനെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ പിന്നെ അതോടൊപ്പം തന്നെ ഈ നടക്കുന്ന പോലീസിൽ നടക്കുന്ന കാവ്യവൽക്കരണത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പോലീസിൽ നവകേരള സദസ്സിൻ്റെ സമയത്ത് അന്നുണ്ടായ പ്രശ്നങ്ങളെയും DYFIക്കാരായിട്ടുള്ളവരെയും CPM പ്രവർത്തകരെയും മാത്രം തിരഞ്ഞുപിടിച്ച് പോലീസ് ഉപദ്രവിച്ചിരുന്നു, കേസെടുത്തിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറിയാൽ 2 അടി കൂടുതൽ ലഭിക്കും എന്നുകൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. CITUവിൻ്റെ ചിത്രം പതിപ്പിച്ച അല്ലെങ്കിൽ ലോഗോ പതിപ്പിച്ച ഓട്ടോറിക്ഷയുമായി പോകുന്ന ഒരാൾക്ക് 500 രൂപയ്ക്ക് പകരം 1000 രൂപ ഈടാക്കും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതായത് പോലീസുമായി ബന്ധപ്പെട്ട് പോലീസിനുള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച്, അതായത് ആഭ്യന്തര വകുപ്പിന് കീഴിൽ വരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. മുഖ്യമന്ത്രി പറയുന്ന പോലെ സർക്കാരിനെ അപകീർത്തിപ്പെടുത്താൻ ഒരു ഘട്ടത്തിലും PV അൻവർ പറഞ്ഞിട്ടില്ല. അവർ നടത്തിയിട്ടുള്ള ചില അഴിമതികളെക്കുറിച്ചും ആഭ്യന്തര വകുപ്പിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ചിലർ നടത്തിയിട്ടുള്ള അഴിമതികളെക്കുറിച്ചും മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അവർ നടത്തിയ സ്വർണം മുറിക്കലിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. സ്വർണ്ണക്കടത്ത് കേസുകൾ അട്ടിമറിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും PV അൻവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുക എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ സംസാരിച്ചോ? പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലും PV അൻവർ സംസാരിച്ചിട്ടില്ല. CPMനെതിരെ അല്ല അദ്ദേഹത്തിൻ്റെ യുദ്ധം എന്ന് നമുക്ക് മനസ്സിലാക്കാം. പാർട്ടിയിൽ ഉണ്ടാകുന്ന അതിനുശേഷം അദ്ദേഹം നടത്തിയിട്ടുള്ള ആരോപണങ്ങളിലേക്ക് പാർട്ടി എടുത്ത നിലപാടുകളോടാണ് അദ്ദേഹത്തിന് രോഷമുള്ളത്. അതായത് പാർട്ടിയിൽ സ്വാതന്ത്ര്യമില്ല, പ്രവർത്തകർക്ക് സ്വാതന്ത്ര്യമില്ല, ഒരു കാര്യങ്ങളും തുറന്നു പറയാൻ കഴിയുന്നില്ല. ഇതൊക്കെയാണ് PV അൻവർ ഉയർത്തിയിട്ടുള്ള ചില ആരോപണങ്ങൾ. അതായത് പാർട്ടിയെ അപകീർത്തിപ്പെടുത്തിയിട്ടില്ല, പാർട്ടി പ്രവർത്തകരെ അപകീർത്തിപ്പെടുത്തിയിട്ടില്ല. അപ്പോഴും അവസാനം അദ്ദേഹം പറയുമ്പോഴും സഖാക്കളെ എന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് പാർട്ടിയോടല്ല എതിർപ്പ്, പാർട്ടിയുടെ ചില നയങ്ങളോടാണ് എതിർപ്പ് എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് മുഖ്യമന്ത്രിയുടെ 2 കാര്യങ്ങളിലും പാർട്ടിയെ അപകീർത്തിപ്പെടുത്തിയിട്ടില്ല, സർക്കാരിനെ അപകീർത്തിപ്പെടുത്തിയിട്ടില്ല. ഒരു വകുപ്പിനെ മാത്രം പൂർണ്ണമായി അപകീർത്തിപ്പെടുത്തിയിട്ടില്ല. അതിലെ ഒരാളെ 2 പേരെ ചൊല്ലിയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതോടൊപ്പം ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്ന ഒരു കേന്ദ്ര ബിന്ദുവിനെ കുറിച്ചും കുറ്റം പറഞ്ഞിട്ടുണ്ട്. അത് P ശശിയാണ് എന്ന് നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. അപ്പോൾ മുഖ്യമന്ത്രി ആ പറഞ്ഞ വാദത്തോട് നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം. പിന്നെ LDFന്റെ ശത്രുക്കളായിട്ടുള്ളവർ, അതായത് പ്രതിപക്ഷത്തിരിക്കുന്നവരും അതോടൊപ്പം BJPയിലുള്ളവരും പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന പല കാര്യങ്ങളുമാണ് ഇപ്പോൾ PV അൻവർ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട്, ഈ പറയുന്ന പത്രസമ്മേളനങ്ങൾക്ക് മുൻപ് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി സമർപ്പിച്ച ഒരാളാണ് PV അൻവർ. ഈ കാര്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് കൃത്യമായി പറഞ്ഞ ഒരാളാണ് PV അൻവർ. മുന്നറിയിപ്പ് വരെ നൽകിയിരുന്ന ഒരാളായിരുന്നു PV അൻവർ. എന്നിട്ടും ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ അല്ലെങ്കിൽ ശത്രുക്കൾ പ്രചരിപ്പിക്കുന്നതിനെ ഏറ്റുപിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ PV അൻവർ പറയുന്നത് ശരിയാണോ എന്ന് മുഖ്യമന്ത്രി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. P ശശിയെ കുറ്റം പറഞ്ഞപ്പോൾ അതിനെതിരെ അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് പറയുന്നതിൽ ആ അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്നൊരാൾ പറയുമ്പോൾ അതിനെ മുഖവിലക്കെടുക്കേണ്ടത് അത് അന്വേഷണ സംഘത്തെ അന്വേഷണ സംഘത്തെ നിയോഗിച്ച ഒരാളുടെ ഉത്തരവാദിത്തമാണ്. അവർ അന്വേഷണം നടത്തി, വിശ്വസ്തരായ ഏറ്റവും മികച്ച അന്വേഷണ സംഘത്തെ കൊണ്ട് ഞങ്ങൾ അന്വേഷണം നടത്തിക്കുന്നു. പക്ഷേ ആ അന്വേഷണത്തിൽ ആർക്ക് PV അൻവറിന് തൃപ്തിയില്ല എന്ന് പറയുമ്പോൾ ആ തൃപ്തിക്ക് വേണ്ടിയിട്ടാണ് അന്വേഷണം നടത്തേണ്ടത്. അല്ലാതെ നമ്മൾ നിയോഗിച്ച അന്വേഷണ സംഘം ഈ ലോകത്തെ ഏറ്റവും മികച്ചതാണ്, അതുകൊണ്ട് ഞങ്ങളുടെ അന്വേഷണമാണ് കറക്റ്റായ ദിശയിൽ പോകുന്നത്, അപ്പോൾ ആരോപണങ്ങൾ എന്തുവായിക്കോട്ടെ, അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെയാണ് ഏകാധിപത്യം, സ്വേച്ഛാധിപത്യം എന്നൊക്കെ നമ്മൾ പറയുന്നത്.
അപ്പോൾ അതിന് പകരമായി പി വി അൻവർ എന്താണോ ആവശ്യപ്പെടുന്നത് ആ നിലയ്ക്കുള്ള അന്വേഷണമാണ് അവിടെ ഉണ്ടാകേണ്ടത്. കാര്യം പി വി അൻവർ നിലമ്പൂരിൽ CPM-ന്റെ മാനം കാത്ത ഒരു MLA കൂടിയാണ് എന്ന് ഓർക്കണം. അതേ CPM-ന് വേണ്ടിയിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പോലും എപ്പോഴും ഒരു ഇടതുപക്ഷ ചായ്വ് നമ്മൾ കാണുന്നത്, ഒരു പാർട്ടിക്കാരന് വേണ്ട ഗുണഗണങ്ങൾ നമ്മൾ കാണുന്നത്. അപ്പോൾ പാർട്ടി വിരുദ്ധൻ ആണ് എന്ന് പറയുന്നതിനെ നമുക്ക് ഒഴിവാക്കാം. ഒരു ശത്രുക്കൾ സംസാരിക്കുന്ന പോലെയാണോ? അല്ല, ഒരിക്കലും ശത്രുക്കൾ സംസാരിക്കുന്ന പോലെയല്ല. നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി CPM എന്ന് പറയുന്ന പാർട്ടി ആദ്യമായി പറഞ്ഞ കാര്യം, ഞങ്ങൾ തിരുത്തൽ നടത്തും, തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിരുത്തി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. ആ തിരുത്തലിന് വേണ്ട കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാർട്ടിക്ക് എവിടെയൊക്കെ പിഴച്ചു, അല്ലെങ്കിൽ സർക്കാരിന് എവിടെയൊക്കെ വീഴ്ച പറ്റി, എന്തുകൊണ്ട് ജനവിരുദ്ധ സർക്കാർ എന്ന് ജനങ്ങൾ വിളിക്കുന്നു എന്നുള്ളതിനെ തിരുത്തി ജനോപകാരപ്രദമായ ഒരു സർക്കാർ എന്നുള്ള നിലയിലേക്ക് രണ്ടാം പിണറായി സർക്കാരിനെ വരാനുള്ള ഒരു ശ്രമമാണ് PV അൻവർ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷെ അതിനെ കണ്ടില്ല എന്ന് നടിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തത്, അല്ല. അതുകൊണ്ട് എന്നിട്ട് പറയാണ് ശത്രുക്കൾ പ്രചരിപ്പിക്കുന്ന പോലെ പ്രചരിപ്പിക്കുന്നു. ഒടുവിൽ മനം മടുത്തുകൊണ്ട് അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. PV അൻവർ അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഇനിയും LDF-ന്റെ യോഗങ്ങളിൽ പങ്കെടുക്കില്ല, ഞാൻ വിട്ടുനിൽക്കും എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. മുന്നണി യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കാരണം എന്തുകൊണ്ട് പറഞ്ഞു? അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രി കണ്ടെത്തിയിരിക്കുന്നത് ഇദ്ദേഹത്തിന് മറ്റൊരു രാഷ്ട്രീയ ബോധം ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വളർന്നു തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. മറ്റാരൊക്കെയോ വേറെ ഏതോ ഒരു എതിർ രാഷ്ട്രീയ കക്ഷിക്കാർ, അത് പ്രതിപക്ഷത്ത് നിന്നുള്ളതോ അല്ലെങ്കിൽ BJP-യിൽ നിന്നുള്ളതോ ഏതോ ഒരു കുറേയധികം രാഷ്ട്രീയ കക്ഷികൾ ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹത്തെ ആ തങ്ങളിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. അല്ലെങ്കിൽ PV അൻവറിന് CPM മടുത്ത് PV അൻവർ മറ്റൊരു രാഷ്ട്രീയ കക്ഷിയിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്നുള്ള നിലയ്ക്കാണ് അത് നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ സ്വയമേവ ഇനിയും ഒരു യോഗങ്ങളിലും പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതിൽ നിന്നെല്ലാം PV അൻവറിന്റെ ഉദ്ദേശം വ്യക്തമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ആ തിരുത്തലിനല്ലേ സത്യത്തിൽ PV അൻവർ ശ്രമിച്ചത്? പാർട്ടിക്കുള്ളിലുള്ള പുഴുക്കുത്തുകളെ പുറത്താക്കുമെന്ന് നാഴികയ്ക്ക് 40 വട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം സേനയിലുള്ള പുഴുക്കുത്തുകളെ, അതോടൊപ്പം ഈ പറയുന്ന ക്രമസമാധാന പാലനത്തിന് ഇറങ്ങുന്ന അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ പുറത്താക്കും, അഴിമതിക്കെതിരായി നമ്മൾ പടപൊരുതുമെന്നൊക്കെ നമ്മൾ അണികളോട് വിളിച്ചു പറയുമ്പോൾ അത് പ്രവർത്തികളിലൂടെ അത് വേണ്ടി, വാക്കുകൾക്കപ്പുറം പ്രവർത്തികളിലും അത് ആവശ്യമല്ലേ? അപ്പോൾ PV അൻവർ ചെയ്തത് സർക്കാരിനെ തിരുത്തുക, സർക്കാരിനെ എന്നുള്ളതല്ല, ആഭ്യന്തര വകുപ്പിനെ തിരുത്തുക, ആഭ്യന്തര വകുപ്പിന് നാണക്കേടുണ്ടാക്കുന്ന പലരെയും തിരുത്തുക. നമുക്കറിയാം, MR അജിത് കുമാർ എന്ന് പറയുന്ന ഒരാൾ പൂരം കലക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നു. ആ പൂരം കൃത്യമായി കലങ്ങുകയും ചെയ്തു. അതിനുവേണ്ടി അദ്ദേഹം അവിടെ വന്നിരുന്നു, പല തവണയായി വന്നിരുന്നു. അതിനുമുമ്പ് RSS-ന്റെ പ്രമുഖരുമായി അദ്ദേഹം നിരന്തരം ചർച്ചകൾ നടത്തി, കൂടിക്കാഴ്ചകൾ നടത്തി. ഔദ്യോഗികമല്ല, ഔദ്യോഗികമാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിൽ പോയി കണ്ടുകൂടാ? ഒരു മുതിർന്ന നേതാവിനെ കാണുന്നതിന്, ഈ പറയുന്ന പോലെ ഔദ്യോഗികമായി കാണുന്നതിന് ആരുടെയെങ്കിലും വിലക്കുണ്ടോ? നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രിയല്ലേ പലപ്പോഴും സ്വീകരിക്കാറുള്ളത്, അല്ലേ? ഈ പറയുന്ന നരേന്ദ്രമോദിയെ നമ്മുടെ കേരളത്തിലുള്ള പോലീസുകാരല്ലേ സല്യൂട്ട് ചെയ്യാറുള്ളത് ഇവിടെ എത്തുന്ന സമയത്ത്? രാഹുൽ ഗാന്ധി വരുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് സുരക്ഷ ഒരുക്കുന്നത് നമ്മുടെ ഇവിടുത്തെയുള്ള പോലീസ് സംവിധാനങ്ങൾ തന്നെയല്ലേ? അപ്പോൾ ഒരാളെ ഔദ്യോഗികമായി കാണുന്നതിൽ തെറ്റില്ല, സ്വകാര്യ വാഹനത്തിൽ പോയി കണ്ടു എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രശ്നം. അതിനുശേഷം പൂരം കലങ്ങിയതുമാണ് പ്രധാന പ്രശ്നം അവിടെ. അതുകൊണ്ട് BJP-ക്ക് അവിടെ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു. ഇത് ആരുടെ തലയിൽ നിന്ന് വന്ന ബുദ്ധി എന്നുള്ളത് അന്വേഷണത്തിലൂടെ കണ്ടറിയേണ്ടതല്ലേ? അതുകൊണ്ട് തന്നെയല്ലേ ADGP MR അജിത് കുമാർ പൂരം കലങ്ങിയതിനെ കുറിച്ച് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് പാടെ സർക്കാർ തള്ളിക്കളഞ്ഞത്? അപ്പോൾ MR അജിത് കുമാറിന്റെ ഭാഗത്ത് നിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമല്ലേ തീർച്ച? ഇവിടെ EP ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയതിന് പുറത്ത് അദ്ദേഹത്തെ പടിയടച്ച് പിണ്ടം വെച്ച പാർട്ടിയാണ്, മുന്നണിയാണ് LDF. എന്നിട്ട് പോലും എന്തേ MR അജിത് കുമാറിനെതിരെ ഈ പറയുന്ന PV അൻവർ ആവശ്യപ്പെടുന്ന പോലെയുള്ള ഒരു അന്വേഷണം നടക്കുന്നില്ല? MR അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളതിന് തെളിവ് പല തവണയെ അദ്ദേഹം ഹാജരാക്കിയിട്ട് പോലും എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുന്നില്ല? ഇതിനെല്ലാം പിന്നിൽ നിന്ന് ചരട് വലിക്കുന്നത് P ശശിയാണ് എന്ന് PV അൻവർ പറഞ്ഞിട്ടും P ശശിക്കെതിരെ എന്തുകൊണ്ട് അന്വേഷണം നടക്കുന്നില്ല? എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നില്ല? ഇതൊക്കെയാണ് PV അൻവർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഒരു അന്വേഷണം ആവശ്യപ്പെടുന്ന ഒരാളെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു അന്വേഷണം നടത്തേണ്ടത് ആ അന്വേഷണ ഏജൻസിയെ നിയോഗിച്ച ഒരാളുടെ കർത്തവ്യമാണ്. അത് മറന്നുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ ഇന്നത്തെ മാധ്യമങ്ങളെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നത്. അല്ലാതെ ഈ പറയുന്ന പോലെ ഇനി എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അതൊന്നും വരാൻ പോകുന്ന അന്വേഷണത്തെ ബാധിക്കില്ല എന്ന് അദ്ദേഹം പറയുന്നു.
അപ്പം സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗം, അന്വേഷണത്തെ ഇത് ബാധിക്കില്ല എന്ന് പറയുന്നു, നിഷ്പക്ഷമായ അന്വേഷണമാണ് നടക്കുന്നത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. പക്ഷേ ഇനിയും എന്തൊക്കെയോ ചിലത് പറയാനുണ്ട് എന്ന് അവസാനം പറഞ്ഞു വയ്ക്കുന്നു. അത് തീർച്ചയായും രാഷ്ട്രീയം തന്നെയാണ്. ഇനി എന്തൊക്കെയോ പി വി അൻവറിൻ്റെ ഈ ആരോപണങ്ങൾക്ക് പിന്നിലുള്ളത് എന്ന് മുഖ്യമന്ത്രി ഇനിയും പറയേണ്ടിയിരിക്കുന്നു. നിരവധി കാര്യങ്ങൾ ഇനിയും മുഖ്യമന്ത്രിക്ക് പറയേണ്ടതുണ്ട്. അപ്പോൾ പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടി മുഖ്യമന്ത്രിയുടെ ആ വാക്കുകളിൽ നമുക്ക് കേൾക്കാം. പക്ഷേ എല്ലാം നമ്മുടെ പ്രവർത്തകരെ, പൊതുജനത്തെ കൺവിൻസ് ചെയ്യുന്നതായിരിക്കണം എന്ന് മാത്രം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.